സെബാസ്റ്റ്യനുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് റോസമ്മ ഈ കേസിൽ സുപ്രധാനമാകുന്നത്. മാത്രവുമല്ല, ആയിഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില രഹസ്യങ്ങൾ റോസമ്മയ്ക്ക് അറിയാം എന്നത് വ്യക്തമായിരുന്നു. അതിനപ്പുറം റോസമ്മയുടെ ഇടപെടലുകൾ ഈ കേസുകളിൽ ഉണ്ട് എന്നൊരു സംശയം ഈ അന്വേഷണ സംഘത്തിനുണ്ടോ? ഈ പറമ്പുമായി ബന്ധപ്പെട്ട് റോസമ്മയുടെ പറമ്പ് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, റോസമ്മയുടെ അറിവോടെയോ അല്ലാതെയോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു സംശയത്തിലേക്ക്, നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇപ്പോൾ ഈ പരിശോധന ആ പറമ്പിൽ നടക്കുന്നത്? രേണുക, ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ തൊട്ടടുത്ത് നിന്നുള്ള ഒരു അധ്യാപികയുമായി നമ്മൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അധ്യാപിക റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇവിടെ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തേക്ക് നമ്മൾ കടന്നെത്തുമ്പോൾ തൊട്ടടുത്ത് ഐഷയുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ തൊട്ടടുത്ത് എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു അധ്യാപികയുടെ വീടുണ്ട്. ആ വീടിനകത്തുകൂടി കടന്നു വേണം നമ്മൾക്ക്, അവർ അങ്ങനെ ഒരു സൗകര്യം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വഴിയിൽ കൂടി വേണം കടന്ന് ആ കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട്. ഇപ്പോൾ ആ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റു, അത് റോസമ്മ ഇടനില നിന്നാണ് വിറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടിയും ഒപ്പം തന്നെ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവർ ഉറപ്പിച്ചു പറയുന്നു. അതായത് സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയതാകാമെന്ന് അവർ നമ്മളോട് ഉറപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, സെബാസ്റ്റ്യനെ സംബന്ധിച്ച് അവർ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചു. ഇവിടെ വരുമ്പോൾ സാമ്പത്തികമായി തന്നെ വളരെ അധികം മുന്നിൽ നിന്ന ഒരാളായിട്ടാണ് അയാൾ ഇവിടേക്ക് എത്തുന്നത്. ഈ പ്രോപ്പർട്ടി വാങ്ങാമെന്ന് പറഞ്ഞെത്തുന്നു, പിന്നീട് ഇവിടുത്തെ ആളായി മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ നമുക്ക് തൊട്ടടുത്തുള്ള റിട്ടയർഡ് അധ്യാപികയോട് സംസാരിച്ചപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തും സ്ഥിരീകരണം ഉണ്ടായി. അതായത് റോസമ്മ പറഞ്ഞതുപോലെ തന്നെ JCB ഉപയോഗിച്ച് ഈ പുരയിടം കിളച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണം ആ റിട്ടയർഡ് അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായി. അസ്വാഭാവികമായാണ് അത്തരത്തിലൊരു JCB ഉപയോഗിച്ച് ഈ പുരയിടം കിളച്ചത്. അന്ന് ആയിഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അന്നേ ദിവസം താൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ന്യൂസ് 18നോട് അവർ വ്യക്തമാക്കിയത്. മാത്രമല്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് താൻ തിരികെ വന്നപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളും വളരെ അവകാശത്തോടുകൂടി ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ചേർന്ന് നടത്തി. അത് അവർ തമ്മിൽ അത്ര അടുത്ത ബന്ധമുണ്ടായിട്ടല്ലേ എന്നുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ഈ കേസിൽ വളരെ നിർണായകമാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് റോസമ്മയുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായത്. ന്യൂസ് 18 ആയിരുന്നു ആ വെളിപ്പെടുത്തൽ വന്നത്. അതിനുശേഷമാണ് അന്വേഷണത്തിന്റെ ഒരു കേന്ദ്രമായി റോസമ്മ കൂടി മാറുന്ന സാഹചര്യം ഉണ്ടായത്. അന്വേഷണ സംഘം ഏതു വഴിക്ക് നീങ്ങണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന് അതും ഒരു പുതുവഴി തെളിയിക്കുന്നതായിരുന്നു റോസമ്മയുടെ ഈ വെളിപ്പെടുത്തലുകൾ. ചർച്ചയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് റോസമ്മ അന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീയെ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകവലയിലാണ്. അവിടെയുള്ള റോസമ്മ എന്ന വ്യക്തിയാണ് നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഐഷ അറിയുമായിരുന്നു? അറിയാം. സെബാസ്റ്റ്യനെയും അറിയാം. എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിലൊരു പരിചയം? എല്ലാവരെയും കാണുന്നോ മിണ്ടുന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അവരുമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആയിഷ എന്നെ പോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. എനിക്കും ഒരു സഹായിയായിരുന്നു. ആയിഷയ്ക്ക് ഞാനും ഒരു സഹായിയായിട്ട് ഞങ്ങൾ പരസ്പര സഹായത്തിൽ അയൽവക്കംകാരായതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയി എന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയുണ്ടായിരുന്നുള്ളൂ അല്ലേ? കാണാതാകുന്നതിന് ഏകദേശം എത്ര നാൾ മുമ്പ് ഇവിടെ താമസിക്കുന്നു? എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു? കൂടിയാലൊരു 3 മാസത്തിൽ കൂടുതലൊന്നും ഇല്ല. ഇവിടെ ഐഷ ഇവിടേക്ക് വരുമ്പോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 മാസത്തിൽ കൂടുതലില്ല. പിന്നെ അവരിവിടെ ജനിച്ചു വളർന്നവരായിരുന്നു, അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞങ്ങൾ നിങ്ങളെ കൂടിയാൽ ഒരു 3 മാസത്തെ പരിചയമേ ഉള്ളൂ. എങ്ങനെയാണ് സെബാസ്റ്റ്യനുള്ള പരിചയം? എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു, റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പത് വെച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. ചേച്ചിയെ കല്യാണം ആലോചിക്കാനായി എത്തി. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഈയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പര വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ ബന്ധവുമില്ല. അതായത് സഹോദരങ്ങളെ ബന്ധം അറിയിക്കും, 7 ആങ്ങളമാരെ ബന്ധം അറിയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പം
എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട് വരും വന്നാൽ ഈയുടെ വെളച്ചിലൊന്നും നടക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റിനും ഒരുമിച്ചില്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു, മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റിനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. അന്ന് ഈ റോസ്മി ചേച്ചിയുടെ സ്ഥലം തന്നെയായിരുന്നു അല്ലേ വൃത്തിയാക്കിച്ചത്? അതെ അതെ, എൻ്റെ പറമ്പായിരുന്നു. അതാ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവിടെ വന്നത്, റിയൽ എസ്റ്റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ അത് വൃത്തിയാക്കിയതും മാങ്ങ പറിച്ചുകൊണ്ട് പോയതൊക്കെ അന്ന് രണ്ടുപേരും ഇവിടെ വയ്യോളം ഉണ്ടായിരുന്നെന്നാണ് മറ്റുള്ളവർ പറഞ്ഞിരുന്നത്. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു സെബാസ്റ്റിനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഉള്ളതുകൊണ്ടല്ലേ തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളിലുള്ള ലോകത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായും പറിച്ചു. അവരുടെ സ്വന്തം പോലെ. സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്തായ റോസമ്മയുടെ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലാണ് പ്രേക്ഷകർ ഒന്നുകൂടി കണ്ടത്. ഈ വെളിപ്പെടുത്തലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിർണായക വിവരമായി മാറിയത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോസമ്മയുടെ പുരയിടത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ റോസമ്മയുടെ പുരയിടത്തിൽ നടക്കുന്നത്.